ഇസ്ലാം സ്വീകരിക്കുന്നതിൽ സമാനതകളുള്ള ഒന്ന് രണ്ട് സഹാബാക്കളുടെ ചരിത്രമാണ് ഇന്ന് പറയാനുള്ളത്. ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെയുള്ള സന്ദർഭത്തിൽ കഅബയുടെ പരിസരത്ത് രണ്ടുപേര് വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. ഒരാളുടെ പേര് ഉമൈർ ഇബ്നു വഹബ് എന്നാണ്, മറ്റാളുടെ പേര് സഫ്വാൻ ഇബ്നു ഉമയ്യ. സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ പിതാവ് ഉമയ്യത്ത് ഇബ്നു ഖലഫ് ബദർ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു. ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞു, എനിക്ക് കുറേ സാമ്പത്തികമായ പ്രയാസങ്ങൾ, കടമുണ്ട്, മാത്രമല്ല എൻ്റെ കുറേ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരുമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഞാൻ മദീനയിൽ ചെന്നിട്ട് മുഹമ്മദിനെ കൊല ചെയ്തിട്ട് വരുമായിരുന്നു. ഇത് കേട്ടപ്പോൾ സഫ്വാൻ പറഞ്ഞു, ആ കാര്യം നീ വിഷമിക്കണ്ട, അതെല്ലാം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിന്റെ കടങ്ങൾ മുഴുവൻ ഞാൻ വീട്ടാം, നിന്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ നടത്തിക്കൊള്ളാം, നീ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. അങ്ങനെ ഉമൈർ മദീനയിലേക്ക് യാത്ര ചെയ്തു. ഉമൈർ ചെന്നിറങ്ങുന്നത് തന്നെ കണ്ടത് ആദ്യം ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷെയ്ത്താന് ഖുറൈശികളിലെ ഷെയ്ത്താനാണ് വന്നിട്ടുള്ളത്, ഇയാൾ എന്തോ ദുരുദ്ദേശത്തിലാണ് വരവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു ഉമൈർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഉമൈറിനെ കൂട്ടിക്കൊണ്ടു പോവാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉമൈറിൻ്റെ കയ്യിലുള്ള തോളിൽ തൂക്കിയിരിക്കുന്ന വാളും ചേർത്ത് മുറുകെ പിടിച്ചിട്ടാണ് നബിയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത്. അടുത്തുണ്ടായിരുന്ന മറ്റ് സഹാബാക്കളോട് പറഞ്ഞു, ഇവൻ വലിയ അപകടകാരിയാണ്, ഇവനെ ശ്രദ്ധിക്കണം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തന്നെ പോയിരിക്കണം എന്ന് പറഞ്ഞ് ഉമൈറിനെ ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. നബിയുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈറിനെ വിട്ടേക്ക്. അങ്ങനെ ഉമൈർ നേരെ നബിയുടെ അടുക്കൽ ചെന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ഉമൈറെ വന്നത്? പറഞ്ഞു, എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരെ നിങ്ങൾ ബദറിൽ തടവിൽ പിടിച്ചിട്ടുണ്ട്, അവരെ മോചിപ്പിക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതിന് തന്നെയാണോ നിൻ്റെ വരവ്? അതെ, അതിന് മാത്രമാണ് എൻ്റെ വരവ്. പിന്നെ എന്തിനാണ് ഉമൈറെ ഒരു വാള് തോളിൽ തൂക്കിയിട്ടുണ്ടല്ലോ, അതെന്തിനാണ്? അപ്പോൾ ഉമൈർ പറഞ്ഞു, വാള് കൊണ്ട് എന്താണ് കാര്യം, ഒരു പ്രയോജനവും ഇല്ല എന്ന് ബദറിൽ നമുക്ക് ബോധ്യപ്പെട്ടല്ലോ, ഞങ്ങൾ കുറേ വാളുകളുമായിട്ട് ബദറിൽ വന്നതാണ്, നിങ്ങളുടെ കയ്യിൽ കാര്യമായി വാളുകളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടു, അതുകൊണ്ട് വാളിലൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഉമൈറെ നീ പറയുന്നത് സത്യം തന്നെയാണോ? അതെ, ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് വന്നത്, ബന്ധനസ്ഥരാക്കിയ ആൾക്കാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് വന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമൈറെ നീയും സഫ്വാനും കൂടെ കഅബയുടെ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞിരുന്നല്ലോ, ഇങ്ങനെ ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞല്ലോ, നീ ഇവിടെ വന്ന് എന്നെ കൊല ചെയ്യുകയാണെങ്കിൽ സഫ്വാൻ നിന്റെ സാമ്പത്തിക കാര്യങ്ങളും കുടുംബകാര്യങ്ങളും എല്ലാം ഏറ്റെടുക്കാമെന്ന് സഫ്വാൻ നിനക്ക് വാക്ക് പറഞ്ഞതനുസരിച്ച് അല്ലേ നീ വന്നത് എന്ന് ചോദിച്ചു. സഫ്വാനും ഉമൈറും തമ്മിലുള്ള വർത്തമാനത്തിൽ നേരത്തെ തീരുമാനിച്ചത് ഞാനും നീയുമല്ലാതെ വേറൊരാളും ഇത് അറിയരുത്, അതീവ രഹസ്യമായിരിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യം കേട്ട മാത്രയിൽ ഉമൈർ ഇബ്നു വഹബ് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. എന്നിട്ട് ഉമൈർ പറഞ്ഞു, ഞാനും സഫ്വാനും തമ്മിൽ കഅബയുടെ പരിസരത്ത് ഹിജർ ഇസ്മായിലിൽ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങൾ ഞാനും സഫ്വാനും അല്ലാതെ വേറൊരാൾ അറിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ കാര്യം നടക്കേണ്ടത് എന്നേക്കാൾ ആവശ്യം സഫ്വാൻ്റെതാണ്. അതുകൊണ്ട് സഫ്വാന്റെ ഉപ്പയെ കൊല ചെയ്തതിൻ്റെ പ്രതികാരം വീട്ടാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഒരിക്കലും സഫ്വാൻ വഴി ഈ വാർത്ത പുറത്തു പോകില്ല എന്ന് എനിക്കറിയാം. ഞാനും ഒരാളോടും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ നടത്തിയ സംസാരം കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിയ വഹിയാണെന്ന് ബോധ്യപ്പെടാൻ എനിക്ക് വലിയ പ്രയാസം നേരിട്ടില്ല എന്ന് പറഞ്ഞ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറഞ്ഞ് സഫ്വാൻ ഇബ്നു വഹബ് വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് വീണ്ടും മക്കയിലേക്കൊന്ന് മടങ്ങിപ്പോണമെന്ന് ആഗ്രഹം. മക്കയിലുള്ള ആൾക്കാരോടെല്ലാം
ദീനിന്റെ ദഅവത്ത് ചെയ്യണമെന്ന്, പ്രബോധനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങൾ എനിക്ക് അനുവാദം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈറെ, അങ്ങനെ പോയാൽ ഒരു കാലഘട്ടത്തിൽ മക്കയിലെ സാധുക്കളായ മുസ്ലിമീങ്ങളെ നീ ഉപദ്രവിച്ചിട്ടുണ്ട്, അതുപോലെ നിനക്കെതിരെയും ശക്തമായ ഉപദ്രവങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നീ അത് ചെയ്യണ്ട. പക്ഷേ ഉമൈർ ഇബ്നു വഹബ് നിർബന്ധപൂർവ്വം പറഞ്ഞു, എനിക്ക് മക്കയിൽ പോകണം, മക്കയിലുള്ളവരോട് വിശുദ്ധ ദീനിനെ സംബന്ധിച്ച് പറയണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈറിന് അനുവാദം കൊടുത്തു. ഉമൈർ പോയതിനു ശേഷം സഫ്വാൻ മക്കയിൽ വലിയ പ്രതീക്ഷയിൽ നിൽക്കാൻ. സഫ്വാൻ സാധാരണയിൽ വ്യത്യസ്തമായി വലിയ സന്തോഷത്തിലും ഉന്മേഷത്തിലും ആഹ്ലാദത്തിലുമാണ് നടക്കുന്നത്. അപ്പോ കൂട്ടുകാർ ചോദിച്ചു, എന്താ സഫ്വാനെ പതിവില്ലാത്ത ഒരു സന്തോഷമുണ്ടല്ലോ? അപ്പോൾ സഫ്വാൻ പറഞ്ഞു, താമസിയാതെ നിങ്ങൾ നല്ലൊരു വാർത്ത കേൾക്കും, ഒരു വിവരം നിങ്ങൾക്ക് വരാനുണ്ട്. ആ വാർത്ത കേൾക്കുന്നതോടുകൂടി ബദറിൽ ഏൽപ്പെട്ട പരാജയമെല്ലാം നിങ്ങൾ മറക്കും. അത്ര നല്ലൊരു വിവരം വരാനിരിക്കുന്നു മദീനയിൽ നിന്ന് എന്ന് മാത്രമാണ് സഫ്വാൻ പറയുന്നത്. അങ്ങനെ മദീനയിൽ നിന്നും വരുന്ന സംഘങ്ങളോടെല്ലാം സഫ്വാൻ ചോദിക്കും, മദീനയിൽ എന്തെങ്കിലും പ്രത്യേക വിശേഷങ്ങളുണ്ടോ? പലരോടും ചോദിക്കും. ഒരു പ്രാവശ്യം ഒരാൾ വന്നപ്പോൾ പറഞ്ഞു, അതേ, മദീനയിൽ പ്രത്യേകമായൊരു വിശേഷം. എന്താണത്? ഉമൈർ ഇബ്നു വഹബ് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, അതാണ് മദീനയിലെ വിശേഷം. ഇത് കേട്ടിട്ട് സഫ്വാൻ ആകെ വലിയ പ്രയാസത്തിലായി. അദ്ദേഹം പറഞ്ഞു, ഇനി ഉമൈറിനോട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കില്ല. അങ്ങനെ ഉമൈർ ഇബ്നു വഹബ് മക്കയിൽ തിരിച്ചു വന്നിറങ്ങുന്നു മക്കക്കാരെ ദഅവത്ത് ചെയ്യാൻ. ആദ്യം കാണുന്നത് സഫ്വാൻ ഇബ്നു ഉമയ്യയാണ്. അവർ തമ്മിൽ ചില വർത്തമാനങ്ങൾ ഉണ്ടായി. സഫ്വാൻ ഉമയ്യയെ വല്ലാതെ ആക്ഷേപിച്ചു, ചീത്ത പറഞ്ഞു. ഉമൈർ അതൊന്നും വകവയ്ക്കാതെ നേരെ കഅബയുടെ ഭാഗത്ത്. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കഅബയുടെ പരിസരത്ത് മക്കയുടെ പല ഭാഗങ്ങളിൽ ഇരുന്ന് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ദീനുൽ ഇസ്ലാമിനെ ആക്ഷേപിച്ചിട്ടും പരിഹസിച്ചിട്ടുമുണ്ട്. എവിടെയെല്ലാം ഇരുന്ന് ഞാനത് ചെയ്തിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം നിന്ന് ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പറയും, ഈ ദീനിന്റെ മഹത്വം പറയും. അത് പൂർത്തീകരിച്ചിട്ടേ ഞാൻ മദീനയിലേക്ക് മടങ്ങിപ്പോകുകയുള്ളൂ എന്ന് ഉമൈർ ഇബ്നു വഹബ് പറയുകയും ആ നിലയിൽ മക്കയിൽ പല സ്ഥലങ്ങളിലായി അദ്ദേഹം ദഅവത്ത് ചെയ്ത് വീണ്ടും മദീനയിലേക്ക് മടങ്ങിപ്പോയി. മക്ക ഫതഹിന്റെ സമയത്ത് വീണ്ടും ഉമൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മക്കയിലേക്ക് മടങ്ങിയെത്തി. സഫ്വാൻ എന്ന് പറയുന്ന പഴയ കുട്ടിക്കാലത്തെ കൂട്ടുകാരൻ, ബന്ധുവായ കൂട്ടുകാരൻ, അയാളെ കണ്ടുപിടിക്കാനാണ് ഉമൈർ ഇബ്നു വഹബ് പ്രത്യേകം ശ്രദ്ധിച്ചത്. അങ്ങനെ സഫ്വാനെ അന്വേഷിച്ചു പോയി. സഫ്വാൻ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വീണ്ടും വരുന്നു, മക്കയിലേക്ക് വീണ്ടും വരുന്നു എന്നറിഞ്ഞപ്പോൾ സാധനങ്ങളെല്ലാം പിറക്കിക്കെട്ടി നാടുവിടാൻ തീരുമാനിക്കുക. ഉമൈർ പിറകെ പോയി. പിറകെ ചെന്ന് സഫ്വാനെ വിളിച്ചു, സഫ്വാനെ, അബി അന്ത വ ഉമ്മി, നിനക്ക് ഞാൻ എല്ലാവിധ ആശംസകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഞാൻ നിനക്ക് സന്തോഷം അറിയിക്കുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് മാപ്പ് തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് മാപ്പ് നൽകിയതിന്റെ സന്തോഷവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നീ വരണം, നീ ഓടരുത്, നീ എങ്ങോട്ടും പോകരുത്, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് കാണണം. ഉമൈർ ഇബ്നു വഹബിന്റെ നിർബന്ധത്തിന് സഫ്വാൻ അവസാനം വഴങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സഫ്വാനും ഉമൈറും ചെന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഫ്വാൻ ചോദിച്ചു, നിങ്ങൾ എനിക്ക് മാപ്പ് തന്നു എന്ന് ഈ മനുഷ്യൻ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു, നിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഞാൻ മറന്നിരിക്കുന്നു. അപ്പോ സഫ്വാൻ പറഞ്ഞു, എനിക്ക് 2 മാസത്തെ കാലാവധി തരണം, എനിക്കൊന്നും കൂടെ ആലോചിക്കാനുണ്ട്. ഈ മതം സ്വീകരിക്കണോ അതോ നാട് വിട്ടു പോകണോ എന്ന് എനിക്കൊന്നും കൂടെ ആലോചിക്കാനുണ്ട്. 2 മാസത്തെ കാലാവധി വേണം. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ഞാൻ 4 മാസത്തെ കാലാവധി അനുവദിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ആ 4 മാസത്തെ കാലാവധി വേണ്ടി വന്നില്ല. സഫ്വാൻ ഇബ്നു ഉമയ്യയും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചു. ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയവർ, അതിനുവേണ്ടി രഹസ്യ മാർഗങ്ങളിലൂടെ മദീനയിലേക്ക് എത്തിയവർ, കുതന്ത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ച് ആയുധങ്ങളുമായി പോയവർ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തിയ ക്ഷണത്തിൽ 2 സന്ദർഭത്തിലാണ് 2 പേരും നബിയുടെ മുമ്പിലെത്തിയത്. പക്ഷേ 2 പേരും റസൂലിന്റെ മുമ്പിലെത്തേണ്ട താമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുകയായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിച്ചിരുന്നവരാണ്, എതിർത്തിരുന്നവരാണ്, കൊല്ലാൻ തീരുമാനിച്ചിരുന്നവരാണ്. പക്ഷേ റസൂലിന്റെ സാന്നിധ്യം അറിഞ്ഞാൽ ഏത് വലിയ ശത്രുവും ഏത് വലിയ ധിക്കാരിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചാൽ, നബിയുടെ മുമ്പിൽ ഒന്ന് നിന്നാൽ, നബിയോടൊപ്പം ഒരു നേരം സംസാരിച്ചാൽ അവർ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുമായിരുന്നു. സമാനമായൊരു സംഭവമാണ് സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹുവിൻ്റേത്. ബനു ഹനീഫ ഗോത്രത്തിലെ നേതാവാണ് അദ്ദേഹം. നജ്ദിന്റെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ഒരു സംഘം സഹാബാക്കൾ സുമാമത്ത് ബിൻ ഉസാലിനെ പിടിച്ച് മദീനയിലേക്ക് കൊണ്ടുവന്നു. മദീനയിലെ ഒരു പള്ളിയുടെ ഒരു മൂലയിൽ ഒരു സ്ഥലത്ത് ഒരു തൂണിൽ സുമാമത്ത് ബിൻ ഉസാലിനെ ബന്ധനസ്ഥനാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമയുടെ അടുക്കൽ ചെല്ലും, ചോദിക്കും, എന്തുണ്ട് സുമാമ വിശേഷം? അപ്പോ സുമാമ പറയും, ഇന്ദി ഖൈർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇൻ തുനഇം തുനഇം അലാ ഷാകിരിൻ വഇൻ തഖ്തുൽ തഖ്തുൽ ദാദബി. നീ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുമാമ പറയുന്ന മറുപടിയാണ്, നീ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും പിൽക്കാലത്ത്. ഇനി നീ എന്നെ കൊല്ലുകയാണെങ്കിൽ ആ കൊലയ്ക്ക് പ്രതികാരം ചോദിക്കാനുള്ള ശേഷി എൻ്റെ കുടുംബാദികൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരും. തങ്ങൾ സുമാമയുടെ അടുക്കൽ ചെല്ലും. സുമാമ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? അപ്പോൾ പറയും, ഇന്ദി ഖൈർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇൻ തുനഇം തുനഇം അലാ ഷാകിരിൻ വഇൻ തഖ്തുൽ തഖ്തുൽ ദാദബി. ഇന്നലെ പറഞ്ഞ അതേ മറുപടി തന്നെ സുമാമ പറയും. ഇനി നിനക്ക് പൈസയാണ് ആവശ്യമെങ്കിൽ നീ പൈസ ചോദിച്ചാൽ മതി, എത്ര വേണം അത് ഞാൻ നിനക്ക് എത്തിച്ചു തരും. വീണ്ടും മൂന്നാമത്തെ ദിവസവും സുമാമയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തി. സുമാമയോട് ചോദിച്ചു. സുമാമ അതേ മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമാമയെ അഴിച്ചുവിട്ടേക്കാം. മൂന്നാമത്തെ ദിവസം സുമാമത്ത് ബിൻ ഉസാലിനെ സഹാബാക്കൾ ബന്ധനസ്ഥനാക്കി കെട്ടഴിച്ചു വിട്ടു. സുമാമ നേരെ ചെന്ന് കുളിച്ച് വൃത്തിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മടങ്ങി. എന്നിട്ട് വിശുദ്ധമായ കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട മുഖം നിങ്ങളുടേതായിരുന്നു. പക്ഷേ 3 ദിവസം നിങ്ങളുടെ ബന്ധനത്തിൽ ഞാൻ കഴിഞ്ഞുകൂടിയപ്പോൾ, നിങ്ങളുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖം നിങ്ങളുടേതായി മാറി. എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങൾ പറയുന്ന ഇസ്ലാമിനോടായിരുന്നു. പക്ഷേ മുസ്ലിമീങ്ങളുടെ 3 ദിവസത്തെ പെരുമാറ്റങ്ങൾ ഞാൻ കണ്ടറിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വിശുദ്ധ ദീനായി മാറി എന്ന് സുമാമ പറയുന്നുണ്ട്. അങ്ങനെ റസൂലിനെ അനുഭവിക്കാൻ അവസരം കിട്ടിയപ്പോൾ സുമാമ, ഏറ്റവും വലിയ എതിരാളിയായിരുന്ന സുമാമ, വിശുദ്ധ ദീൻ സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളുടെ മഹത്തായ സ്വഭാവങ്ങളും അവരുടെ പെരുമാറ്റ രീതികളും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ സുമാമ ഇസ്ലാം സ്വീകരിച്ചു. ശേഷം സുമാമ ചോദിച്ചു, ഞാൻ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് വഴിയിൽ വെച്ച് നിങ്ങളുടെ ആൾക്കാർ എന്നെ ബന്ധനസ്ഥനാക്കിയത്, ഞാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമയോട് പറഞ്ഞു, നീ പോയി ഉംറ നിർവഹിക്കുക, നിന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, ചീത്ത വിളിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നബിയുടെ അടുക്കൽ ഒരല്പസമയം ഒരാൾ ഇരുന്നാൽ, നബിയുടെ വർത്തമാനം ഒരല്പം കേൾക്കാൻ അവസരം അയാൾക്ക് ലഭിച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൻ്റെ ഗുണം തിരിച്ചറിയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേരുകയും ചെയ്തതിൻ്റെ ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റം കൊണ്ട് ലോകത്തിന് നൽകിയ പാഠമാണ് നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതം കൊണ്ട് പാലിക്കേണ്ടതും സമൂഹത്തിന് പകരേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിലുള്ള സ്വഭാവ രീതികൾ പുലർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.